ഗർഭകാല ചികിത്സാ പിഴവിനെ തുടർന്ന് വൈകല്യങ്ങളോടെ ആലപ്പുഴയിൽ ജനിച്ച കുഞ്ഞിന്റെ തുടർ ചികിത്സ വൈകുന്നു. ചികിത്സ വൈകുന്ന സാഹചര്യത്തിൽ ആക്ഷൻ കൗൺസിൽ രൂപീകരിക്കാൻ നാട്ടുകാർ. ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങളുള്ള കുഞ്ഞിന് MRI സ്കാനിംഗ് ഉൾപ്പെടെയുള്ള പരിശോധനകൾ വീണ്ടും നടത്തും. ശ്വാസതടസ്സത്തെ തുടർന്ന് വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലായിരുന്ന കുഞ്ഞ് ചൊവ്വാഴ്ചയാണ് ആശുപത്രി വിട്ടത്. ശ്വാസം മുട്ടൽ തുടർച്ചയായി അനുഭവപ്പെടുന്നതിനാൽ കുഞ്ഞിനെ വീണ്ടും ആശുപത്രിയിൽ പ്രവേശിപ്പിക്കും. വായിലെ സ്രവം തലച്ചോറിലേക്ക് പോകാൻ സാധ്യതയുള്ളതിനാൽ കുഞ്ഞിനെ ശ്രദ്ധാപൂർവം നിരീക്ഷിക്കണമെന്നും ബുദ്ധിമുട്ടുകളുണ്ടായാൽ ഉടൻ ആശുപത്രിയിൽ എത്തിക്കണമെന്നുമാണ് ഡോക്ടർമാരുടെ നിർദ്ദേശം. നിലവിൽ കുഞ്ഞിന്റെ ചികിത്സ ഉറപ്പുവരുത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞതല്ലാതെ കുഞ്ഞിന് ഇതുവരെ ട്രീറ്റ്മെന്റ് ഒന്നും ചെയ്തിട്ടില്ല. ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജിൽ കുഞ്ഞിനെ നാളെ കൊണ്ടുപോകുന്നുണ്ട്. ശ്വാസ സംബന്ധമായിട്ടുള്ള കുഞ്ഞിന് ശ്വാസം വിടാനായിട്ടും കുഞ്ഞിന് കുറുങ്ങലും ഉള്ളതുകൊണ്ടാണ് അതിന് പോകുന്നത്. നേരെയാണ് കുഞ്ഞിനെ ഇപ്പോഴും കിടത്താൻ പറ്റാത്തത്. ചരിച്ചും കമിഴ്ത്തിയും തന്നെയാണ് ഇപ്പോഴും കിടത്തുന്നത്. ആരോഗ്യമന്ത്രിയുടെ ഭാഗത്തു നിന്ന് ഉറപ്പ് ഇതുവരെ നമുക്ക് കിട്ടിയിട്ടില്ല. ചികിത്സ ഏറ്റെടുത്തു എന്ന് പറഞ്ഞുകൊണ്ട് കുഞ്ഞു ജനിച്ചതു മുതൽ ചികിത്സയ്ക്ക് ദിവസവും ആശുപത്രി കയറിയിറങ്ങുകയാണ് മാതാപിതാക്കൾ. കുഞ്ഞിന് ചികിത്സകൾ സൗജന്യമായി നൽകണമെന്ന് സർക്കാരിൽ നിന്ന് നിർദ്ദേശം ലഭിച്ചതായി മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് അറിയിച്ചു. അതേസമയം തുടർ ചികിത്സ എങ്ങനെയായിരിക്കും എന്നതിൽ വ്യക്തതയില്ല. കുഞ്ഞിന്റെ ആരോഗ്യസ്ഥിതി വിലയിരുത്താൻ കഴിഞ്ഞ ദിവസം മെഡിക്കൽ ബോർഡ് യോഗം ചേർന്നിരുന്നു. MRI ഉൾപ്പെടെ 8ഓളം പരിശോധനകൾ വീണ്ടും നടത്തണം. ഇതൊന്നും ആരോഗ്യവകുപ്പ് നിയോഗിച്ച വിദഗ്ധ സംഘത്തിന്റെ നിർദ്ദേശപ്രകാരമുള്ളതല്ലെന്നും കുടുംബം പറഞ്ഞു. ആരോഗ്യവകുപ്പിന്റെ അവഗണനയ്ക്കെതിരെ ഉടൻ ആക്ഷൻ കൗൺസിൽ രൂപീകരിക്കാനാണ് നാട്ടുകാരുടെ തീരുമാനം. വനിതാ ശിശു ആശുപത്രിക്ക് മുന്നിൽ കുഞ്ഞിന്റെ കുടുംബത്തിന്റെ സമരം ഉൾപ്പെടെ സംഘടിപ്പിക്കാനാണ് ആലോചന. ന്യൂസ് മലയാളം, ആലപ്പുഴ.